ന്യൂനപക്ഷങ്ങൾ UDF-നൊപ്പമാണെന്ന് MK രാഘവൻ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് LDF-ന് ന്യൂനപക്ഷ പ്രേമം വരുന്നത്. മണിപ്പൂരിലെ അക്രമങ്ങളിൽ മൗനം പാലിച്ച BJP തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരമനകൾ കയറിയിറങ്ങിയിട്ട് കാര്യമില്ലെന്നും കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി കൂടിയായ MK രാഘവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ ഈസ്റ്റർ പ്രാർത്ഥനകൾക്കൊപ്പമാണ്. എന്നോടൊപ്പം കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനുണ്ട്. അദ്ദേഹം ബിലാത്തിക്കുളത്തെ പള്ളിയിൽ വിശ്വാസികൾക്കൊപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഉയർപ്പ് UDF പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു സംശയം വേണ്ട, ഈ തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിലവിലുള്ള ഭരണകൂടം താഴെ ഇറക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഡൽഹിയിൽ തിരിച്ചു വരാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. കോഴിക്കോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ ചർച്ചയാവുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതെങ്ങനെയാണ് ഇത്തവണ LDF അത് കേന്ദ്രീകരിച്ച് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കി എന്നൊക്കെയാണ് അവരുടെ ഒരു അവകാശവാദം. ന്യൂനപക്ഷ പ്രത്യേകിച്ച് പൗരത്വ നിയമത്തിലൊക്കെ അവർ കൂടുതൽ സജീവമാണെന്നൊരു ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമാണ് അവർക്ക് ഈ മതന്യൂനപക്ഷ സ്നേഹം വരുന്നത്. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നടന്ന ഒരുപാട് സമരങ്ങളുണ്ട്. ആ സമരത്തിലെടുത്ത കേസുകളുണ്ട്. ആ കേസുകളിൽ 61 കേസ് മാത്രമേ പിൻവലിച്ചുള്ളൂ. ബാക്കി കേസുകളൊന്നും പിൻവലിച്ചില്ല. അതിന് പറഞ്ഞ കാരണം അക്രമ സ്വഭാവമുള്ള കേസായിരുന്നു എന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷമാണ്, നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണ് DGPയുടെ ഒരു സർക്കുലർ കേസ് പിൻവലിക്കാൻ തയ്യാറാണ്. എല്ലാവർക്കും അറിയാം, നോട്ടിഫിക്കേഷൻ വന്നാൽ ആർക്കും ചെയ്യാൻ കഴിയില്ല, എല്ലാവർക്കും അറിയാം. അത് അവരെ ഈ മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള ഏർപ്പാടാണ്. അവർക്കെല്ലാം ബോധ്യമാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നതിനപ്പുറത്ത് അവർ വേറൊന്നും കാണുന്നില്ല. ഇതൊരു അവസരവാദപരമായ രാഷ്ട്രീയമാണ് CPM കളിക്കുന്നത്. അതുകൊണ്ടൊന്നും മതന്യൂനപക്ഷ വോട്ട് ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. വല്ല കാര്യമുണ്ടോ? അരമനകൾ കയറിയിട്ട് BJP കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? മണിപ്പൂർ മാത്രം എടുത്താൽ പോരെ? ആ വിഷയത്തിൽ ഉത്തരം അവർക്കില്ലല്ലോ. മണിപ്പൂർ വിഷയത്തിൽ കേരളത്തിലെ ഓരോ ക്രൈസ്തവനും ചോദിക്കുന്ന ചോദ്യമുണ്ട്. മണിപ്പൂരിൽ നിങ്ങൾ എന്തു ചെയ്തു? ഒരു ഡെഡ് ബോഡി മറുപടിയിടണമെങ്കിൽ എത്ര മാസം എടുക്കുന്നു? ഇതിന് ഉത്തരമില്ല BJPക്ക്. ഈ മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപത്തിന്റെ ഉത്തരവാദിത്വം BJPക്ക് തന്നെയാണ്. അത് ഏത് അരമന വരെ കയറിയാലും ഒരിക്കലും ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് അവർ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ആവർത്തനമല്ലാതെ ഒരു അട്ടിമറിയും ഇല്ല എന്ന് രാഘവേട്ടൻ ഉറപ്പിക്കുകയാണ്. ഏതായാലും ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.